നമസ്കാരം. ഇതായിരുന്നോ പിണറായിക്കില്ലാതിരുന്ന പൂക്കിസം? എന്തായാലും ഈ പൂക്കിസത്തിന് അയാളെ കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നൽകിയ പൗരസ്വീകരണത്തിനിടയിലുള്ള ഒരു PR ഫോട്ടോഷൂട്ട് കാണാനിടയായി. സുരേഷ് ഗോപി തോറ്റുപോകും. നമ്മൾ പറയാറില്ലേ, ഈ കെട്ടിപ്പിടിച്ച് മണം വലിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥാപാത്രത്തെ നേരത്തെ സെറ്റാക്കി നിർത്തുന്നു, എന്നിട്ട് വേദിയിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം കൃത്യം ക്യാമറ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തി കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അതിനിടയിലാണ് ഒരു പാവപ്പെട്ട വോട്ടറായിട്ടുള്ള വ്യക്തി, ആർക്ക് സതീശന് തന്നെ വോട്ട് കൊടുത്ത ഒരു പച്ച ഷർട്ടുകാരൻ അതിൻ്റെ ഇടയിൽ വന്ന് കയറിപ്പോയി. അപ്പോ ആ PR-കാരന്റെ ഉള്ളിലെ റിയൽ പൂക്കിസം പുറത്തേക്ക് ചാടി. ദൃശ്യം തന്നെ കാണും. വന്ന് വലത്ത് സൈഡിൽ കൂടി സ്റ്റേജിലേക്ക് കയറി വലത്ത് സൈഡിലെ ബാക്കിലൂടെ ഇറങ്ങണം. ആ കസേരകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ വലത്ത് സൈഡിലൂടെ അവർക്ക് ബാക്കിലൂടെ ഇറങ്ങി അവർക്ക് പോകാവുന്നതാണ്. പോലീസ് വരുന്ന ആളുകളെ ലൈനായി കടത്തി വിടാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇത്രയും കാലം പിണറായി വിജയന്റെ പിന്നാലെ ക്യാമറയും കൊണ്ട് നടന്ന മാപ്രകൾ ഇതൊന്നും കണ്ടില്ല. മാറി നില്ലട എന്ന് പറയുന്നിടത്ത് പിണറായി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ക്ഷണിക്കപ്പെടാത്തിടത്ത് മാധ്യമങ്ങൾ വന്നപ്പോൾ കടക്ക് പുറത്തെന്നും മാറി നില്ല അങ്ങോട്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു അന്തസ്സുള്ള മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമായിരുന്നു. കണ്ടില്ലേ, ലോകം കാണുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സിംപ്ലനാകാൻ. ഞാൻ ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, ഞാൻ പൂക്കിസത്തിന്റെ ആളാണ്. ആ പൂക്കിസം എന്താണെന്നാണ് നിങ്ങൾ ആ കണ്ടത്. അതിനിടയിൽ പെട്ടുപോയ പാവപ്പെട്ടവനോട് മാറി നില്ലടാ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ അത് കാണാതെയും അത് വാർത്തയല്ലാതെയും ഒരു മുഖ്യമന്ത്രി ഒരാളെ പൊതുവേദിയിൽ അപമാനിച്ചു എന്ന് പോലും വാർത്ത കൊടുക്കാത്തവർ ഇന്നലകളിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. സെൽഫിക്ക് വരുന്നവരെ പോലും കയർത്തു എന്നൊക്കെ വാർത്ത അടിച്ചവന്മാരുടെ മനോഭാവം എന്താണെന്ന്. ഇവർ പല കാര്യങ്ങളും സതീശനിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് പിണറായിയുടെ പിന്നാലെ നടന്ന് വാർത്തകൾ ചമച്ചതാണോ ഇല്ലയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലൈവ് പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് ഈ ദൃശ്യം സംഭവിച്ചത്. ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃത്യം പൊസിഷൻ ചെയ്ത് ഉമ്മ കൊടുപ്പും കെട്ടിപ്പിടിപ്പുമായിട്ടൊക്കെ നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാകാൻ ഒരിക്കലും പിണറായിയെ കിട്ടില്ല. അന്തസ്സും അഭിമാനവുമുണ്ട്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കാൻ അയാൾ നിന്നുകൊടുത്തിട്ടില്ല, അയാൾ നിൽക്കത്തുമില്ല. അതാണ് ഒരു കഴിവുകേടായി കണ്ടിട്ടുണ്ടെങ്കിൽ ആ കഴിവുകേടിനെ ഒരു അലങ്കാരമായി തന്നെയാണ് എടുക്കേണ്ടത്. കാര്യം ഇമാതിരി പ്രവർത്തനങ്ങളാണ് ജനകീയ മുഖ്യമന്ത്രി കാട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറകളുടെ മുന്നിൽ കിടന്ന് വിരവുന്നവനാകണം, ക്യാമറകളുടെ മുന്നിൽ കൃത്രിമമായി അഭിനയിക്കണം. അത് കണ്ടിട്ട് പണം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇയാളെ കൊണ്ട് ഗുണമുണ്ട്, നമ്മുടെ പോക്കറ്റ് നിറയുമെന്ന് കൃത്യമായി വിലയിരുത്തുന്നവർ ഇപ്പോൾ മീഡിയ ഉപദേശകന്മാരായി വരെ വന്ന ഇടത്ത് നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെ ഇന്നലകളിൽ ഒരു വ്യക്തിയുടെ കഴിവിനെ മറികടക്കാൻ, അയാൾ ഗൗരവതരക്കാരനായതുകൊണ്ട്, അയാൾക്ക് പൂക്കിസം കാണിക്കാൻ അറിയാത്തത് കൊണ്ട്, എവിടെയും പോയി എന്ത് പൂക്കിസം കാണിക്കാൻ അപാര തൊലിക്കട്ടിയുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ക്യാമറകളിലൂടെ സൃഷ്ടിച്ചത് എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അവിടെ നിങ്ങൾ മാറി നില്ലടാ എന്ന് പറയുന്നത് ഇവരുടെ ക്യാമറകളിൽ പ്രത്യേക വീഡിയോ ആയി കട്ട് ചെയ്ത് പുറത്തേക്ക് വരാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവർ തമ്മിലുള്ള ഡീൽ ഇരിക്കുന്നത്. അത് കേരളം വൈകിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കുന്നതാണ് മികച്ച മുഖ്യമന്ത്രി എന്നും അതായിരിക്കണം മുഖ്യമന്ത്രി, അതാണ് പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ, ആ പൂക്കി ആവുക എന്ന് പറഞ്ഞാൽ ഏത് തിരിച്ചറിവില്ലാത്തവനെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അത് ചെയ്തുകൊണ്ട് ജനകീയ മുഖ്യമന്ത്രി ആകാൻ നടത്തുന്ന ഈ നാടകങ്ങളൊക്കെ സ്വാഭാവികമായി പൊളിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ദൃശ്യത്തിനിടയിൽ നിന്ന് സതീശൻ എന്ന കപടന്റെ യഥാർത്ഥ പൂക്കിസം എന്താണെന്ന് കൃത്യമായി ക്യാമറ ചതിച്ച് തന്നെ പുറത്തേക്ക് വരുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെങ്കിലും നാട്ടുകാരത് കണ്ടിരിക്കണം. വന്ന് വലത്ത് സൈഡിൽ കൂടി സ്റ്റേജിലേക്ക് കയറി വലത്ത് സൈഡിലെ ബാക്കിലൂടെ ഇറങ്ങണം. ആ കസേരകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ വലത്ത് സൈഡിലൂടെ അവർക്ക് ബാക്കിലൂടെ ഇറങ്ങി അവർക്ക് പോകാവുന്നതാണ്. പോലീസ് വരുന്ന ആളുകളെ ലൈനായി കടത്തി വിടാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.